സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ പോൾ വോൾട്ടിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കിയിരിക്കുന്നത് കോതമംഗലം മാർബേഴ്സിൻ്റെ താരമാണ് ആകാശും ഗണേഷും. താരങ്ങളും ഒപ്പം പരിശീലകനും നമുക്കൊപ്പം ചേരുകയാണ്. 4-10 ക്ലിയർ ചെയ്തു. 30-നുള്ള ശ്രമമായിരുന്നു നടത്തിയത്. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ക്ലിയർ ചെയ്യുന്നു പ്രതീക്ഷിച്ചു, പക്ഷേ ചെയ്യാൻ പറ്റിയില്ല. സങ്കടമുണ്ട്. നിങ്ങൾ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണ്. അവർ നിങ്ങൾ മത്സരിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതും കൈയടിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അത് ക്ലാസ്സിലും നമ്മളൊരു ക്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത്. വർക്കൗട്ട് ഒരുമിച്ചാണ്, ഫ്രണ്ട്സ് ഒരുമിച്ച് ഒരുമിച്ച് പരിശീലനം. ആകാശം 3:50 എനിക്ക് ജില്ലയിൽ ക്ലിയർ ചെയ്തതെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഇതിലേക്ക് 4-10 വരെ എത്തിക്കാൻ കഴിഞ്ഞു. ഇല്ല, അവിടെ നമ്മളൊരു ക്വാളിഫൈ ചെയ്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ആകാശ് അവിടെ നമ്മൾ ജില്ലാ മീറ്റ് എന്നൊക്കെ പറഞ്ഞത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി വേറെ പിള്ളേരൊന്നും കോമ്പറ്റീഷൻ ഇല്ല, അതുകൊണ്ട് ആ ഒരു റേഞ്ചിൽ പോയതുള്ളൂ. പക്ഷേ ആകാശിനെ സംബന്ധിച്ച് ഒരു 4:50 ചെയ്യാനുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷേ 2 മാസമായിട്ട് എഞ്ചുറി, അവൻ്റെ കാലിലൊരു സ്പൈക്ക് കൊണ്ടിട്ട് പഴുത്ത് അത് സർജറി പറഞ്ഞിരിക്കുക, ഡോക്ടർ സർജറി പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് ആ ചെറുക്കൻ ഇന്ന് കോമ്പറ്റീഷൻ ചെയ്തത്. പെയിൻ കില്ലർ എടുത്തിട്ടാണ് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ മറ്റേ ഡോക്ടർ പറഞ്ഞ് ഇനിയിപ്പം സർജറി കഴിഞ്ഞാൽ 3 വീക്ക് റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ചെയ്തിട്ട് ഉടനെ തന്നെ സർജറിക്ക് കയറണം. ഉള്ള നല്ല ടാലൻ്റാണ്, കുഴപ്പമില്ല, ഓക്കെയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ അവസാനത്തെ മീറ്റാണ്. ഒരു സ്വർണത്തോടു കൂടി തന്നെ മടങ്ങുകയാണ്. അതെ, വളരെ സന്തോഷമുണ്ട്. പിന്നെ സാറായാലും വീട്ടുകാരായാലും സപ്പോർട്ട് കാരണമാണ് ഇത്ര എത്തിയത്. അല്ലെങ്കിൽ അവിടെ എത്തൂലായിരുന്നു. ഒരു കായിക പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ആകാശ് വരുന്നത്. അതെ, അമ്മ ജീവിരാജയെ പഠിച്ചാണ്, സ്പോർട്സുകാരത്തെയാണ്. നാഷണൽ മെഡൽ വന്നിട്ടുണ്ട്. CRPF-ലാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ CRPF-ലായിരുന്നു. 24 വർഷം സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഞാൻ CRPF-ൻ്റെ കോച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് മാർബീസിൽ കയറിയതാണ്. പിന്നെ സന്തോഷമുണ്ട് രണ്ടുപേരും ഫസ്റ്റ് സെക്കൻഡും വന്നതിൽ. പിന്നെ മോനൊരു മെഡൽ വരണമെന്നുണ്ടായിരുന്നു. അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ വർഷം ഒരു മെഡൽ വരണമെന്നുണ്ട്. അതും സാധിച്ചു കൊടുക്കാൻ പറ്റി. ഓക്കെ, മെഡലോടുകൂടി തന്നെ ഇറങ്ങാൻ പറ്റിയ തീർച്ചയായിട്ടും സന്തോഷം. വീഡിയോ ജേർണലിസ്റ്റ് സൂര്യനൊപ്പം റിപ്പോർട്ടർ ജയേഷ് പൂക്കോട്ടൂർ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.